എനിക്കെപ്പോഴും ആഹാരം തിന്നാൻ തരുന്നതിന് ചാച്ചൻ കണക്ക് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച തമാശയായിരിക്കും, പിന്നെ മനസ്സിലായ കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ നിന്നപ്പോഴത്തേക്കും ചാച്ചൻ എന്നെ വെട്ടി. സുമാരൻ ചേട്ടാ എന്നാ ഉണ്ട് ചേട്ടാ? അപ്പൊ ഇങ്ങ് വാടേ, അവിടെ എന്തൊരു പരിപാടി? എന്റെ അമ്മ വന്ന് തിരുവനന്തപുരം വന്ന് തമിഴാളി വലിയ തമിഴ് പാർട്ടി സോജു തമിഴാളി വീഡിയോ ഒന്നും കൊടുക്കില്ല. തിരുവനന്തപുരം തന്നെ നമ്മള് തിരുവനന്തപുരം തന്നെ. എനിക്കൊരു 4-5 വയസ്സുള്ളപ്പോഴും പണിക്കത്തേക്ക് നല്ല പ്രായമായിരുന്നു. ഹലോ, മനസ്സിലായോ? എന്തരാത്തി മനസ്സിലായോ? മൊണ്ണൻ കതലാളി എന്ത് അല്ല കണ്ണൻ മുതലാളി അകത്തുണ്ട്. ആര് ആരിങ്ങള്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരു 2 ആഴ്ച മുന്നേ ഞാൻ അമ്മയെല്ലാം കൂട്ടി അമ്മയുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പ്രത്യേകം എനിക്ക് അവിടെ പോകാനുള്ള കാര്യം അവിടുത്തെ ആംബിയൻസ്, പിന്നെ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ. വളരെ കുഞ്ഞിലത്തെ ഓർമ്മയാണ് എനിക്ക് അവരെയൊക്കെ. മെയിൻ ആയിട്ട് എനിക്ക് അവിടെ മറക്കാൻ പറ്റാത്ത ഒരാളാണ് പണിക്കത്തി. അപ്പം പണിക്കത്തി നിങ്ങളും കണ്ടിരിക്കണം, കാരണം പണിക്കത്തിക്ക് ഇപ്പൊ എന്തോ ഒരു 96-97 വയസ്സുണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പണിക്കത്തിക്ക് പ്രായം ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ കണ്ടപ്പോ പണ്ടത്തെ പണിക്കത്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പം നിങ്ങളും അങ്ങനെ കണ്ടിരിക്കണം. പണിക്കത്തിയുടെ സംസാരവും നമ്മളെ കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റും ഒക്കെ, അതുപോലെ തന്നെ അവിടുത്തെ കുരങ്ങന്മാരും എല്ലാരും, നമ്മുടെ കസിൻസ് ഉണ്ട് കേട്ടോ കുരങ്ങന്മാര്. നമുക്ക് അവിടെ ആ ഏരിയയിലൊക്കെ കുരങ്ങന്മാരൊക്കെ വന്ന് പോവും. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെ അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടോ. ഞാൻ വീഡിയോക്കകത്ത് ഒത്തിരി വോയിസ് ഓവറോ റെക്കോർഡോ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. എന്താണോ ലൈവായിട്ട് തന്നത് അത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയണം. ഈ വീഡിയോയിൽ ആരെങ്കിലും പനച്ചമൂട്, പത്തനാപുരം, ട്രിവാൻഡ്രം, കാട്ടാക്കട അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇതിന്റെ അത് കമന്റ് ഇടണം. അവിടെ ഞങ്ങൾ അന്ന് ചെന്നപ്പോ കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചായിരുന്നു, കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് മിണ്ടി. അപ്പൊ അവരൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. ഇത്ര വെള്ളം വന്നിട്ടുണ്ട്. പണിക്കത്തെ കാണുമ്പോ എനിക്കൊരു 4-5 വയസ്സുള്ളപ്പോഴും പണിക്കത്തേക്ക് നല്ല പ്രായമായിരുന്നു. ഇപ്പോഴും പണിക്കത്തേക്ക് നല്ല പ്രായം ആണെന്ന് മനസ്സിലായില്ലേ? ഹലോ, ഇരി അവിടെ ഇരുന്നോ. അവൻ വന്നില്ല. മനസ്സിലായോ? എന്തരാത്തി മനസ്സിലായോ? ആര് ആരിങ്ങള്? അതെ ചോദിച്ച മനസ്സിലായില്ല. ഇല്ല, അപ്പുറത്ത് താമസിച്ച അമ്മിണി ഇല്ലേ? ഓ, അമ്മിണിയുടെ മോള്, കൊച്ചുമോള്. ആ, അത് രാജാന്റെ മോള് പ്രീന. അയ്യോ തനുവേ, ഇന്നലെ ചുമ്മാ വന്ന എല്ലാരും ഒന്ന് കണ്ടു കേട്ട് പോകാൻ വന്ന. ഇത് നിന്റെ മോളാ? എന്റെ രണ്ടാമത്തെ മോള് സോണിയ. ഇവിടെ കല്യാണം കഴിഞ്ഞു. മൂത്തവക്കും കഴിഞ്ഞ? ഇല്ല. മൂത്തവ ഇരിക്കയച്ച. ഓ, മൂത്തവള് വെളിയിൽ പോവാ. അതിനെ മനസ്സിലായി. ഇല്ല, എല്ലാരും കഴിച്ചിട്ട് ഇറങ്ങി. അവള് കഴിച്ചില്ല. എല്ലാം കഴിച്ചോ? ഇന്നലെ ഒരു എന്റെ ഉറപ്പറഞ്ഞ മരിച്ചു. പേരെന്തിന്? മഞ്ഞയായി പഞ്ചമുട്ടിലെ കച്ചവടം. പെണ്ണി ഇന്നലെ വന്നത്. അവിടെ കിടക്കാനുള്ള സൗകര്യം ഇല്ലേ? കിടന്ന് നടക്കാനൊന്നും വയ്യ, കമ്പില്ലാതെ നടക്കാൻ കേറില്ല. ഞാനും കിടക്കാറുണ്ട്. അവിടെ അമ്പലം വരുന്ന വീടല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ കണ്ട് നിങ്ങൾ പോന്നേ. ചുമ്മാ വന്നടാ. ഓ, ചുമ്മാ വന്നത്. അപ്പൊ ഞങ്ങൾ ഒരിടത്താണ് വീട്.
ഒരിടത്തൊക്കെ കിടന്ന് വളർന്നത്. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ ഞങ്ങളിവിടെ അല്ലായിരുന്നോ, പിന്നല്ലേ താഴെ പോയേ? മണിക്കത്തി മറന്നുപോയോ? നമ്മള് ഇവിടെ പോന്ന സനിതയെന്ന് ആ വിളിക്കും കേട്ടാ. ഇവിടെ ഓർമ്മയുണ്ടോ? ഇവിടെ എന്നെ ഓർമ്മയുണ്ടോ? നീ ആരാ മോൻ? സനിതയുടെ മോള്. നിന്റെ കല്യാണം ആ കല്യാണം കഴിഞ്ഞു. പിള്ളേ എത്രയുണ്ട്? ഇല്ല, ആരും ഇല്ല. കഴിഞ്ഞതേ ഉള്ളൂ. ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. നമ്മ കൂടെ അല്ലെങ്കിൽ ഓടി പോവാ. എനിക്ക് ആരെങ്കിലും ഒരാളുകൂടി ഇല്ലാതെ പോവാൻ ഒക്കില്ല കേട്ടോ. ഫോണൊന്നുണ്ട്. നമ്മൾ ഒരിടത്തൊക്കെ കിടന്ന് വളർന്നു. ഇവിടല്ലേ ഞങ്ങള് കാപ്പി കുടിച്ചിട്ടാ സന്ധ്യയുടെ എടുത്തു. മൂത്തവളെ അയച്ചത് അതാ നിന്നെ ഇവിടെ അയച്ചേ. ചെമ്പത്തേക്കുണ്ട് കേട്ടാ. ആ പൈല് എന്നാ നിന്റെ അമ്മാതിയുണ്ടാ? ഇല്ല മരിച്ചുപോയി. ഈ കഴിഞ്ഞ ആഴ്ച മരിച്ചു. ഇതൊക്കെ നല്ല ഓർമ്മയാണ്. മരിച്ചോയാ? ഓ മരിച്ചു. ആ ഉണ്ടാക്കേറി. എന്താണ്? ഉണ്ടാക്കേറി. ഓ ഭർത്താനൊക്കെ പറയുന്ന കാണണം. ആ നിന്റെ അമ്മച്ചി. അമ്മച്ചി. അമ്മച്ചി കുഞ്ഞമ്മ ഭയങ്കരയാണോ? ഏ? ഭയങ്കരയാണോ? ഒന്നും പറയുന്നില്ല. ഭയങ്കര കാപ്പ് കുടിച്ചാ? കുടിച്ചു. അവര് എന്തോ പ്രേരിപ്പിക്കുന്നുണ്ടാ. നമ്മള് ഒരിടത്ത് കടന്ന് ഇന്നലെ ഉടപ്പറന്നും മരിച്ചില്ല ഒന്നുമില്ല. ഒരിടത്ത് കടന്ന് നിന്റെ അമ്മ മരിച്ചിട്ട് എത്ര കൊല്ലായി? ഇപ്പൊ 7 വർഷമായി. 7 കൊല്ലായ. 10 വർഷത്തോളം ആവുന്നു. അങ്ങനെയാണോ അമ്പിളാരി ഇങ്ങനെ ചാടണം? വാ ഇന്നലെ അമ്പളയാന്റെ എടുത്തിട്ട് പോയിട്ട് പോ. അമ്പിളാരിയെ ഞങ്ങൾ അങ്ങോട്ട് കയറി വരാൻ കുടുംബമായിട്ട് പിന്നെ ചേച്ചി എന്തോ പറയുന്നു? എത്ര നാളായി കണ്ടിട്ട്? അങ്കിളില്ലേ? ഓർമ്മയുണ്ട്. പിന്നെ ഇത് സ്വപ്ന ചേച്ചിയുടെ വിശേഷമൊന്നുമില്ല. നിങ്ങളെ കാണാൻ വന്നയാ എല്ലാരും. ഇത് അടച്ചു പൂട്ടിയാ? ആണോ? നമ്മൾ ഇവിടെ ഇരുന്നാണ് കഞ്ഞിയും കറിയല്ല കളിച്ചത്. അതാണ് ഇവിടുന്ന് അങ്ങ് അച്ഛൻ വരെ കിടന്ന് ഉരുളും. മണ്ണ് വാരി ഞാൻ എന്തോ ചെയ്യുന്ന അതിനെല്ലാം കൂട്ടില് കിന്നരത്തേച്ചുണ്ടായിരിക്കും. അവള് വന്നില്ല. അവള് വെളിയിൽ പോവാ. ഹസ്ബൻഡ് അവിടെ ഉണ്ട്. താത്തോഴയുണ്ട്. ആ ഇന്നലെ വന്ന്. ഈ വഴി എല്ലാം ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര വഴക്കാളിയായിരുന്നു. അപ്പൊ താഴേന്ന് അമ്മ അടിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ വഴി കയറി ഓടും. ഓ ഈ വഴി ഓടി ഇതിന്റെ അകത്തൂടെ കയറും. എന്നിട്ട് അമ്പിളി ആന്റി അടുത്ത് പറയും ഞാൻ ഇല്ലെന്ന് പറയും. അതിന്റെ അകത്ത് നേരത്തെ കോഴിയല്ലായിരുന്നോ? പട്ടിയായിരുന്നോ? കോഴിയില്ലായിരുന്നോ? ഈ വഴി ഫുള്ള് ആൾക്കാര്. കൊരങ്ങനില്ലേ? കൊരങ്ങനില്ലേ? എപ്പ വരും? ഇന്ന് പോവില്ല, നാളെ പോയി. എപ്പ വരും കൊരങ്ങ്? അങ്കിള് എന്തി? അങ്കിള് എപ്പ വരും? രാത്രി ആകുമ്പോ വരുവാ? രാത്രി വരാം. കിന്ന ചേച്ചി വരുവോ? കിന്ന ചേച്ചി വന്നിട്ട് പോയത്. ഫുള്ള് റബ്ബറും തോട്ടമായിരുന്നു. എന്നിട്ട് ഇതിന്റെ അവിടെ നടുക്ക് ഫുള്ള് കരിയിലായിരുന്നു. ഈ മതിലൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു വേലിക്കമ്പി പോലെ. അതിലെ കൂടെ വേറെ ആളുകളൊക്കെ നടന്നു പോകുമ്പോ നമ്മൾ ഇവിടുന്ന് കഞ്ഞിയും കറിയും കളിക്കുമ്പോ അവർക്കൊക്കെ താറ്റ കൊടുക്കും. ദേ അങ്ങോട്ട് നോക്ക്. അത് കണ്ടോ? ഇവിടെ നോക്കി അവിടെ ആ മെഡിക്കൽ കോളേജ് അല്ലേ? ഇവിടെ ഇരുന്നാ മെഡിക്കൽ കോളേജ് വരെ കാണാം. അമ്മ ഞാൻ പറ്റാ? ഞാൻ പറ്റാ അങ്ങോട്ട്? കുറ്റി കുറ്റി എന്റെ അമ്മയെ പോലെ ഇരിക്കും. എന്റെ അമ്മയെ പോലോ? ആണാ? കണ്ണിന്റെ അവിടെ ഷേപ്പ് വന്ന കണ്ണി അമ്മിണിമാമയെ പോലോ?
കളറില്ലെന്നേ ഉള്ളൂ കളർ ചേച്ചിക്ക് കൂടും അയ്യോ പാവം അവസാനമൊക്കെ എനിക്ക് എന്തുമാത്രം സാധനം മേടിച്ചോണ്ട് വരുവായിരുന്നു. പണ്ടേ ഇവിടെ എന്ത് സാധനം വെച്ചാലും ഞാൻ മറ്റേ വടിയെടുത്ത് അടിച്ചടിച്ച് നശിപ്പിക്കുമായിരുന്നു. പോയിട്ട് വരാം കേട്ടോ, പോയിട്ട് വരാം. താറ്റ. ഗൈസ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് തെക്കൻ. ഇപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, കാരണം ഇവിടെ ഒരു 10-12 വർഷങ്ങളായിട്ട് ഇവിടെ ആരും താമസമില്ല. ഈ പ്രോപ്പർട്ടി എല്ലാം നമ്മുടെയാണ്, പക്ഷെ ആരും താമസമില്ല ഇവിടെ. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ വീട്. പക്ഷേ ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അമ്മച്ചി മരിച്ചിട്ട് ഒരു 12 വർഷത്തോളമായി. അന്നും നമ്മൾ ഇവിടുന്ന് താമസം മാറിയതാ. ഇപ്പൊ എല്ലാം പോയി, വീടെല്ലാം പോയി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇവിടെ സെപ്പറേറ്റ് ഗാർഡനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി മരിച്ചപ്പോ ഇതൊന്നും നോക്കാൻ ആരും ഇല്ലാതായി, ഫുൾ ഇങ്ങനെ ആയി. ഇപ്പൊ അത് അടുക്കളയായിരുന്നത്, ആ ജനല് തുറന്ന് നടക്കുന്ന സ്ഥലം. അമ്മച്ചി എന്ത് നമ്മളെപ്പോ വന്നാലും ഇഷ്ടം പോലെ ആഹാരം നമുക്ക് കഴിക്കാൻ. നൊസ്റ്റാൾജിയാ? ഭയങ്കര നൊസ്റ്റാൾജിയ. പറയുമ്പോ നമുക്ക് കണ്ണു പറയാം. ആ രീതിയില് നമ്മള് വെക്കേഷൻ ആവുമ്പോൾ നോക്കിയിരിക്കും അമ്മച്ചിയുടെ അടുത്ത് വരാം. കാരണം ഇഷ്ടം പോലെ ആഹാരം കഴിക്കാനുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളടത്ത്. വേണ്ടതുണ്ടോ ഇവിടെ എല്ലാം ഓടി നടക്കാം. അന്ന് ഇത്രയും കാടൊന്നുമില്ല, ഈ റബ്ബറും കാടെല്ലാം തെളിച്ചിട്ടിരിക്കുക. പിന്നെ നമുക്ക് കൂടെ കൂട്ടിന് കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാര് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങി വരും നമ്മുടെ അടുത്ത്. നമ്മളിരിക്കുന്നതിന്റെ കൂടുതൽ കുരങ്ങന്മാര് സൈഡിലിരിക്കും. ഇതേണ്ട അവിടുത്തെ ആ തിട്ട കണ്ടോ? അപ്പൊ ഇനി ഇപ്പൊ ആ തിട്ടയില് ഞാനും പിന്നെ അപ്പു എല്ലാരും ഇരിക്കും. ആ കൂട്ടത്തില് കുരങ്ങന്മാര് വന്നിരിക്കും, മയിലുകൾ വരും. അപ്പു ഏറ്റളയാന്. പിന്നെ അതാണ്ട് അതിന്റെ തൊട്ട് താഴെ ഒരു കിണറുണ്ട്. അയ്യോ, ബാത്റൂമിന്റെ അകത്ത് നമ്മൾ കുളിക്കത്തില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാ നമ്മൾ കുളിക്കുന്നത്. എന്തോ തണുപ്പാന്നറിയാം. മോനെ അതിന്റെ അത് പാമ്പ് കാണോടാ? 10-12 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പഴാ വരുന്നത്. അമ്മച്ചി മരിച്ചപ്പോ നമ്മൾ ഇവിടുന്ന് പോയതാ. പിന്നെ നമുക്ക് സങ്കടമാണ്, അമ്മച്ചി ഇല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് സങ്കടമാണ്. പിന്നെ ശരിക്കും ഇങ്ങനെ അല്ലായിരുന്നു വീട് ഇങ്ങനെ അല്ലായിരുന്നു. വീടിന്റെ കളറ് എല്ലാം മാറി. ഈ കാടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. മുറ്റത്തൊക്കെ വേറെ ചെടികളൊക്കെ അമ്മച്ചി വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പേരയ്ക്കാമരം ഉണ്ടായിരുന്നു, അതിന്റെ തൊട്ട് താഴെ ജാമ്പമരം ഉണ്ടായിരുന്നു, അതിന്റെ സൈഡിൽ വലിയ വട്ടത്തി കിണറ്. മുള്ളാത്ത കിടക്കുന്ന നോക്ക്. ഇതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവരെല്ലാം പറിച്ച് വിൽക്കും. അത് അമ്മ അത് കൊള്ളാമോ അമ്മേ? കുരങ്ങന്മാര് അതായിരുന്നു ഇവിടെ എന്ത് ബലം ഉണ്ടെങ്കിലും കുരങ്ങന്മാര് തരത്തില്ല. അവരത് തിന്നും. ഇവിടുന്ന് വീടിന്റെ അകത്തുനിന്ന് പഴമൊക്കെ എടുത്ത് കുരങ്ങന്മാരെ കഴിക്കും. അമ്മ അതെടുക്ക. എവിടെ പോണു? ഞാൻ പിന്നെ വരാം. ഈ വഴിയൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കുള്ള വഴിയായിരുന്നു. മറ്റേ ടയറില്ല, ടയറ്. ഞാനൊരു ടയർ കൊടുക്കും, കമ്പ് കൊടുക്കും. കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇതിലെ ഉരുട്ടി അങ്ങ് താഴെ ചെല്ലും. ഉപ്പാപ്പനെ അച്ചുപ്പാപ്പനെ എല്ലാം കണ്ട് അവരെല്ലാം ആയിരിക്കും തെറിയായിട്ട് പിന്നെയും കയറി വരും. കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തളരും. അപ്പോഴത്തേക്ക് അമ്മച്ചി അടുത്തത് തിന്നാൻ എടുത്തു വെക്കും. പിന്നെ ഇതിന്റെ എല്ലാ സ്ഥലവും അമ്മച്ചിയുടെ ഒക്കെ ആയിരുന്നു. ഇതിന്റെ തൊട്ട് താഴെ വലിയൊരു മാവുണ്ടായിരുന്നു. മാങ്ങ സീസൺ ആകുമ്പോഴത്തേക്കും വലിയ പാണ്ടിലോറി വന്ന് ഇഷ്ടം പോലെ മാങ്ങ ആദ്യം എടുക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന മാങ്ങ അമ്മച്ചി വലിയൊരു ചാക്കിലാക്കിയിട്ട് കെട്ടി നമ്മുടെ കട്ടിലടി വെക്കും പഴുപ്പിക്കാനായിട്ട്. പഴുത്ത് കഴിയുമ്പോ നമുക്ക് പിള്ളേർക്ക് എല്ലാം തരും ആ മാങ്ങ. നല്ല ടേസ്റ്റ്. ആ മാങ്ങയ്ക്ക് എന്ത് പേരാ പ്രിയനേണ്ടി പറയുന്നേ? മൂവാണ്ട മാങ്ങ അങ്ങനെ എന്തോ പറയുന്നേ. പണ്ട് നമുക്ക് ഈ വഴി വരാതെ തന്നെ ആ വഴി കയറി വരായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ എല്ലാം ഫുള്ള് കാടെല്ലാം അടഞ്ഞു കിടക്കുവാ. ഹലോ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് മല കാണാം. മല ഇപ്പൊ നമ്മുടെ കുരങ്ങന്മാര് വരുന്നതായിരിക്കും. അത് ആ സ്ഥലം തെക്കൻ കുരിശുമലയാണ് കേട്ടത്. ഇവിടെ നിന്ന് കാണാം. തെക്കൻ കുരിശുമല. രാവിലെ 5:30-6 മണിക്കൊക്കെ എണ്ണിക്കാണെങ്കിൽ ചെറിയൊരു കോട കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണുറപ്പിച്ചു. നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്.
ചാച്ചൻ വരാത്തുണ്ടോ? ചാച്ചന് കാല് വയ്യ. പണിക്കത്തി കാണിച്ചു വിടറ ചാച്ചന്. ചാച്ച പണ്ട് ടയർ കിട്ടുന്നേ റോസമാമേ. ഞാനേ ടയറിങ്ങനെ റോസമാമേ റോസമാമ കേറി പോയി. അങ്ങോട്ടേക്ക് അവൻ വീഡിയോ എടുക്കും ഇതല്ലേ. ഗൈസ് അവിടുത്തെ വിശേഷം കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പൂരി പാലത്തിലേക്ക് പോയി. ഞാൻ വെയിൽ കൊള്ളത്തില്ല കാരണം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇഞ്ഞു വാടേ അവിടെ എന്തൊരു പരിപാടി? ഇഞ്ഞു വാടാ ഡേയ് പുള്ളേ എന്തൊരു പരിപാടി? ഇങ്ങോട്ട് നീ നില്ല പുള്ളേ. വെയിലടാ വെയിലടിച്ച് നീ കരിവാളിക്കും ചെറുക്കാ. പിന്നെ നിന്റെ പപ്പടം പോലെ എന്റെ അമ്മ വന്ന് തിരുവനന്തപുരം വന്ന് തമിഴാളി വലിയ തമിഴ് പാർട്ടീസ്. ഇത് അമ്മ ഇവിടെ വാങ്ങളാ സോജു തമിഴാളി. വീഡിയോ ഒന്നും കൊടുക്കില്ല. ഒന്നും വീഡിയോ കൊടുക്കും എന്തൊരു. ഇത് വന്ന് ചാച്ചൻ തമിഴാളി. തിരുവനന്തപുരം തന്നെ. അമ്മ നമ്മള് തിരുവനന്തപുരം തന്നെ. ഈയിടെയായിട്ട് നമ്മൾ ഈ മാസം മൊത്തം ഒരു തമിഴ് തമിഴ് പറയുന്ന പോലെ അത്ര വലിയതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. വൺ ടൈം നമുക്ക് വന്ന് കണ്ട് പോവാം. അങ്ങനെ ഒരു പാചകമല്ല പാലവും അതിന്റെ രണ്ട് സൈഡിലും 2 കുളമല്ല 6 തോന്നുന്നു. എന്തോ അങ്ങനത്തെ എന്തോ ഒരു സാധനം. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോ നമ്മൾ വിചാരിച്ചു പിന്നെ പിള്ളേരുമായിട്ട് ഓട്ട മത്സരം വെക്കാന്ന്. എനിക്ക് എപ്പോഴും ആഹാരം തിന്നാൻ തരുന്നതിന് ചാച്ചൻ കണക്ക് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച തമാശയായിരിക്കും, പിന്നെ മനസ്സിലായ കാര്യമാന്ന്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ നിന്നപ്പോഴത്തേക്കും ചാച്ചൻ എന്നെ വെട്ടി. നമ്മൾ അമ്മയുടെ വേറൊരു കസിന്റെ വീട്ടിൽ വന്നു. ഇതൊരു നൊസ്റ്റാളജിക് സാധനമാണ്. പണ്ട് ഞാൻ കഞ്ഞിയും കറിയും കളിച്ചോണ്ടിരുന്നപ്പോ മെയിൻ കൂട്ടാൻ വെച്ചോണ്ടിരുന്നതാണ്. നമുക്കിവിടെ വേറൊരു സാധനമുണ്ട്, ചെറി കഴിക്കാം. കുറച്ച് തള്ള സോറി അമ്മ, ഒരു പഴുത്ത ചെറി. ഹായ് സുഖം. ഞാൻ പറഞ്ഞ വിശേഷം പറയാം കേട്ടോ. അമ്മക്ക് കഴിക്കാൻ പറിച്ച ചെറിയാണ്, പക്ഷെ ഞാൻ മോളായതുകൊണ്ട് അമ്മ കാര്യം ശരി ചിലന്തിവലൊക്കെ കളഞ്ഞിട്ട് തരും. ഗൈസ് നാച്ചുറൽ ചെറി ഇതുണ്ടോ? പറിക്കാൻ പ്രയാസമാണ്, മുള്ളു. അതുകൊണ്ട് പഴുത്തത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ആണോ? ഇതിനകത്ത് ആണോ മോനെ? നിനക്കോ? ഇതിന്റെ സീഡ് കേട്ടോ, ഇതിന്റെ സീഡാ ഇതാ. ഇതിന്റെ കളർ കണ്ടോ? നല്ല മധുരം. ഇതിന്റെ കളർ കണ്ടോ? പക്ഷെ ഇത് 2 പറിച്ചോണ്ട് പോയിട്ട് വേണം പ്രാങ്ക് ചെയ്യാം. കറക്റ്റ് ചോര നോക്ക്. ആദ്യം ഇങ്ങനെ പ്രാങ്ക് ചെയ്യാം, കൈ മുറിഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് എപ്പോഴും ആഹാരം തിന്നാൻ തരുന്നതിന് ചാച്ചൻ കണക്ക് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച തമാശയായിരിക്കും, പിന്നെ മനസ്സിലായ കാര്യമാന്ന്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ നിന്നപ്പോഴത്തേക്കും ചാച്ചൻ എന്നെ വെട്ടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല, ഇത് ചെറിയാണ് ഗൈസ്. നിങ്ങളെ ഞാൻ പറ്റിച്ചു, പ്രാങ്ക് ചെയ്താണ്. ഇനി ഇതെങ്ങനെ ഉരച്ച് കളയുമെന്നുള്ളതാണ്. അമ്മ ചെറിയ കാണിച്ചേ. ഇവര് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയും, ചെറിയ പറിച്ചേ. ചെറുമരം കണ്ടോ? ചെറിമരം ചെറി ഇഷ്ടം പോലെ ചെറിയാണ്. നോക്ക് ഗൈസ്, പ്രാങ്ക് ചെയ്യാനൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതുണ്ട്, ഈ ചെറിയൊരു ചെറി പറിച്ചാൽ മതി. ഇതെന്തമ്മ വെള്ള കളറ്? ആ കണ്ടോ, ഉടുപ്പെ പറ്റിയ പോത്തില്ല കേട്ടോ, സ്റ്റെയിൻ പോത്തില്ല. അതുകൊണ്ട് ഇതാണ് ബ്ലഡ് കണ്ടോ. നിങ്ങക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റും. നോക്ക്, കറക്റ്റ് ബ്ലഡ് അല്ലേ? ഇതേ കറക്റ്റ് ബ്ലഡ് കേട്ടോ. കൈയൊന്ന് കഴിയട്ടെ. എവിടെ മേലെ കയറണോ? ഇവിടെ കാരക്കുണ്ട്. ആ അതാണ് ഇവിടെ എങ്ങനെ എറിഞ്ഞിടും?
തോട്ടിയുണ്ടോ അമ്മമ്മേ? വോ, അവിടെ വേറൊരു സംഭവം നാളെ അങ്കിള് താണ്ട് മത്സരത്തോടെ ചക്ക പൊളിക്കുന്നു. വരൂ ഗൈസ്, ഇത് നോക്കൂ, എത്ര വൃത്തിയായിട്ട് മനോഹരമായിട്ടാണ് അങ്കിള് ചക്ക എടുക്കുന്നത് നോക്കൂ. നമ്മുടെ കൂടെ ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒന്നും മക്കൾക്ക് ചക്ക എന്നാന്ന് അറിയണമെങ്കിൽ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണം. ചക്ക 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 അതൊന്നും ആർക്കും പോകത്തില്ല. ഏത്തക്കാ പോകുന്നു ഓണിയാക്കിച്ചോ പിന്നീട് വേർത്താച്ചാ ഞാൻ ചെയ്യാർത്താം. ചക്ക എന്ന് പറയണ നല്ലൊരു അത് ഇവർക്കില്ല ഇപ്പൊ. അത് ആർക്കും ഇഷ്ടമല്ല. ചക്ക ചിലവരുണ്ട്. ചക്ക വാവ്. ആ ഉണ്ടോ ചക്ക? ചക്ക എന്ന് പറഞ്ഞാ പിന്നെ അറിയാലോ. കാരക്ക വ്ളോഗ് ബുദ്ധി എന്ന് പറഞ്ഞ ഈ സാധനം ഇത് തിന്നും. ഇത് ഞാൻ തിന്നിട്ടുണ്ട്. പുളി ടേസ്റ്റ് ചെയ്ത് അത് തിന്നാൻ പറ്റത്തില്ല കേട്ടോ. ചുമ്മാ ആവശ്യമില്ല. ചുമ്മാ വല്ല തിന്നു നോക്കണം. എന്റെ ഇല മാറ് ഇതൊക്കെ തിന്നു നോക്കണം. പോയേ ഇതൊന്നും തിന്നത്തില്ല. പോ കാരക്ക വീണു, കാരക്ക വീണു. വീട്ടില് പിടിച്ചു. ഇതാണ് കാരക്ക. കാരക്ക ഇതെന്ത് സംഭവം? കാരക്ക എന്റെ അമ്മ എന്നാ കാര്യം? പൊട്ടിച്ച പൊട്ടിച്ച നല്ല ടേസ്റ്റ് ആയിരുന്നു. പഴുക്കണം. ചക്കയുടെ മണം തിന്നടാ വിറ്റാമിനാ. ഓ ചക്ക കഴിച്ചിട്ട് വന്നല്ലേ? പൊട്ടിക്ക് പൊട്ടിക്ക് എനിക്ക് വയ്യ. പൊട്ടിച്ച് തരാൻ എനിക്ക് അമ്മ പൊട്ടിച്ചു തന്നാണ്. ഇതാണ് കാരയുടെ അകത്തെ ഇത്. നഖം പോവേ നമുക്ക് തിന്നാം. എന്താ സാമാനം? എനിക്ക് ഞാൻ കളിക്കട്ടെ കുറച്ച് ഇങ്ങോട്ട്. കമ്മക്കുരുങ്ങി എന്നാ കമ്പി പൊട്ടി. കമ്പി പൊട്ടി. കമ്പി കമ്പി വളഞ്ഞ് കമ്പി വളഞ്ഞ് ശരിക്ക് ഇതായി കേട്ടോ. വാ ദന്തലിൽ പോ. ഈ പല്ലെല്ലാം തിന്നേണ്ട അഴുക്ക. ഇത് പുളിയാടാ. കമ്പിയുടെ കാര്യത്തിൽ തീരുമാനമായി. കൊരങ്ങുണ്ട്, അതിന്റെ കൂടെ നല്ല മാങ്ങ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. നമ്മളിപ്പോ ഉള്ളത് തിരുവനന്തപുരത്താണ്. മാങ്ങ എന്നാ മാങ്ങ വന്നെടുത്ത് കഴിക്കുന്നുണ്ടോ? അമ്മ വഴക്ക് പറയുന്നു കൊരങ്ങിട്ട്. നല്ല മാങ്ങയാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായ മാങ്ങയാണ്. ഇത് ഞങ്ങളുടെ അമ്മയുടെ സ്ഥലമാണ്. പനച്ചമൂട് ഞാൻ ഓൾറെഡി റീൽ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അവിടെ ഒരു മല കണ്ടോ? ഒരു മല കണ്ടോ? കേട്ടാ വംശനാശം സംഭവിച്ചാണ്. ഇങ്ങോട്ട് നോക്ക്. ആദ്യമേ അവര് കഴിച്ചു, ശേഷം ഇപ്പൊ ഞാൻ കഴിക്കും. ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആണ്ട് അടുത്തോണ്ട് പോകും. പണ്ട് എന്റെ അമ്മച്ചിയാണെങ്കിൽ ഞാൻ ആശിച്ച് കൊതിച്ച് നാട്ടിൽ നിന്ന് വന്നപ്പം അമ്മച്ചിയാണെങ്കിൽ എനിക്കൊരു പാത്രത്തിന്റെ അത് നിറച്ച് കഴിക്കാൻ നിന്ന് ഞാൻ തിന്നലിരുന്ന് ഇതുപോലെ ഇവന്മാരെ നോക്കിക്കൊണ്ടിരുന്നപ്പോ പുറേ കൂടെ ഒരുത്തം വന്ന് നിറച്ച് എന്റെ പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് ഒറ്റ ഓട്ടം. തൂങ്ങി കിടക്കണ വേണ്ട തൂങ്ങി കിടക്കുന്നുണ്ടോ? മാറ മാറ ഓട്ടം ഓട്ടം. പോയി താഴെ. ഇവര് കഴിക്കാത്തായിട്ടൊന്നുമില്ല. ഇത് നോക്ക്, ആ വാഴേനെ അവൻ നശിപ്പിക്കുകയാണ്. നോക്ക്, അതെടുത്ത് അവൻ വാഴ കാണിക്കുന്നുണ്ടോ? നല്ല മാങ്ങ. എന്നാടാ മാങ്ങ? എന്നാടാ മാങ്ങ? മൊബൈലാണ് തടികൾ പോയത്.
ആ ആഹാ കറക്റ്റ് ഓ ഇതിന്റെ അകത്ത് മാമിന്റെ അകത്തിരിക്കാം. എന്താണ് നീ എന്നെ അറ്റാക്കാൻ നോക്കുന്നതാണോ? അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. അതെ അതെ നീ ചോദിച്ചോ. പിന്നടാ ഇത് നോക്കി ഇങ്ങ് വാ മോനെ മോനെ ഇങ്ങ് വാ. ഇതാണ് അവിടെ തന്നിരിക്കുന്നത്. സുമാരൻ ചേട്ടാ എന്നാ ഉണ്ട് ചേട്ടാ? അതാണ്ട് മരത്തിരിക്കുന്ന ബുദ്ധിയുള്ള കുരങ്ങ്, പ്ലേറ്റ് കൊണ്ട് അവിടെ ഇരിക്കുന്നത് ബുദ്ധിയില്ലാത്ത കുരങ്ങ്. അത് സിംഹവാലൻ കുരങ്ങ്. എടാ എന്റെ മാല തിരിഞ്ഞാണ് അത് സിംഹവാലൻ കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്. അല്ലോ നിന്റെയൊക്കെ വീഡിയോ പെരിയൊക്കെ നേരെ ഇടാനാണ്. അതിനിപ്പോ എന്താ ഇത് നമ്മുടെ മൂത്താപ്പ ആയിക്കോട്ടെ. അവൻ ചമ്മി പോയി, അവൻ കൊണ്ടുപോയി ഇവൻ ചമ്മി പോയി. പിടിച്ചു വാങ്ങിക്കുന്നു. ഗൈസ് എപ്പം നാട്ടിൽ പോയാലും ഇവന്മാരെ എല്ലാം കാണാം. നേരത്തെ ഞാൻ ഉള്ളപ്പോൾ 1-2 ഉള്ളായിരുന്നു. ഇപ്പൊ കുടുംബവും കുറ്റമായിട്ട് എല്ലാ ഇവന്മാര് കൂടിയിട്ട് ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ എപ്പോഴെങ്കിലും എടുത്ത് കാണണമെന്ന് തോന്നിയാൽ കാണണം, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെറിയ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്തതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ ബൈ.